ചർച്ചയിലേക്ക് ശ്രീ അനിൽകുമാർ, ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 8:30 മണിയോടുകൂടി ഇഡിയുടെ ആളുകൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തുന്നു. അറസ്റ്റ് ഉണ്ടാകും എന്ന ഒരു കാര്യം വരുന്നു. അറസ്റ്റ് ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ ശ്രീ അനിൽകുമാർ, ഇന്ന് ശ്രീ അനിൽകുമാറും ഞാനും നമ്മുടെ ബഹുമാനപ്പെട്ട മറ്റു പാനലിസ്റ്റുകളും എല്ലാം ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന പൂർണ്ണ വിവരങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങളാണ്. ഈ പറയുന്ന ശരത് റെഡ്ഡിയുമായി ഒക്കെ ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വിഷയങ്ങളെ അപ്പാടെ ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണെങ്കിൽ അതിൽ വിജയിച്ചിരിക്കുന്നു, ആ സ്ട്രാറ്റജി വിജയിച്ചിരിക്കുന്നു. സ്ട്രാറ്റജി ഒന്നും വിജയിച്ചിട്ടില്ല. 400 സീറ്റിൽ BJPക്ക് ജയിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്താൽ പോരെ? അവർ തന്നെയല്ലേ വരാൻ പോണേ. നീതിയൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് നടപ്പാക്കിയേക്കാം. നരേന്ദ്രമോദിക്ക് ആ കോൺഫിഡൻസ് ഇല്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് BJP ജയിച്ചിടങ്ങളിലെല്ലാം അവർ മാക്സിമത്തിലാണ് നിൽക്കുന്നത്. ഇനി താഴേക്കേ ഗ്രാഫ് പോകുന്നുള്ളൂ. അതുകൊണ്ട് ഒരു അജണ്ടയും BJP ജയിപ്പിക്കാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ CPM നിലപാടെടുക്കുമ്പോൾ ഫ്രം ദി ഡേ വൺ ഞങ്ങൾ എല്ലാ കാലത്തും ആം ആദ്മി പാർട്ടിയെ വേട്ടയാടാനുള്ള BJP സർക്കാരിൻ്റെ നീക്കത്തെ ഞങ്ങൾ തുടർച്ചയായി ചെറുത്തു പോന്നു. CPM ഒരു കാലത്തും ആം ആദ്മി പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിച്ചില്ല. ഞാനിപ്പോൾ മാധുവിന് ഒരു കത്തയച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ കേസിൽ ആം ആദ്മി പാർട്ടിക്കെതിരായി കോൺഗ്രസ് പാർട്ടിയുടെ ഡൽഹിയിലെ PCC പ്രസിഡന്റ് കൊടുത്ത പരാതിയാണ്, പോലീസിൽ കൊടുത്ത പരാതിയാണ് അയച്ചു തന്നത്. BJPയുടെ കൂടെ നിന്ന് ആം ആദ്മി പാർട്ടിയെ വേട്ടയാടാൻ കോൺഗ്രസിൻ്റെ ദില്ലി ഘടകം എത്ര നീചമായ കാര്യങ്ങളാണ് ചെയ്തത്. ആ കോൺഗ്രസ്സുകാർ ഇന്ന് വന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. മാധു പറഞ്ഞ ഇതിൻ്റെ പ്രധാനപ്പെട്ട കേസ് ഏത്? ഇലക്ട്രൽ ബോണ്ട്. DLF എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് റോബർട്ട് വദ്രയുമായി ബന്ധപ്പെട്ട കേസിൽപ്പെട്ടത്. 170 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടി. റോബർട്ട് വദ്രയുടെ കേസ് ആവിയായിപ്പോയി. ഇത് കൂട്ടുകച്ചവടമാണ്. ആ കൂട്ടുകച്ചവടം നടത്തുന്ന ആളുകൾ ഇവിടെ വന്ന് സ്വർണ്ണക്കള്ളക്കടത്ത്, പിന്നെന്താ കൊടകര എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കരുവന്നൂർ. ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് ഇക്കാര്യത്തിലുള്ള നിലപാട് മാറിയെങ്കിൽ സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ BJPക്കാരോട് ചോദിക്കുക, നിങ്ങളുടെ തട്ടിപ്പ് 10 കോടി രൂപ ലാഭമുള്ളൊരു കമ്പനിയിൽ എങ്ങനെ 250 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടുന്നത്? 10 കോടി രൂപ ലാഭമുള്ള കമ്പനി 250 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങണമെങ്കിൽ കള്ളപ്പണം ആ കമ്പനി വരണം. അതിനർത്ഥം ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി കമ്പനികളിൽ കള്ളപ്പണം കൊണ്ടുവന്നിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് സമാഹരിച്ചത്. അദാനിയുടെ കമ്പനികൾ ഹൈദരാബാദിൽ ഒരു ജനുവരി മാസത്തിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. അടുത്ത ജൂലൈ മാസമാകുമ്പോൾ അവർ പണം കൊടുക്കുന്നു, കോടികൾ. ഒരു കമ്പനി ഉണ്ടാക്കി 4 മാസം 5 മാസക്കാലം കഴിയുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതിന് അർത്ഥം എന്താണ്? അവർ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി ഗോവ തെരഞ്ഞെടുപ്പിൽ പണം ഉപയോഗിച്ചു. BJPക്കാർ കൊടകരയിൽ പണം ഉപയോഗിച്ചു. കൊടകരയിലെ പണത്തെക്കുറിച്ച് റോബറി ഇൻ ഹൈവേ ആണോ അതോ ED വരണമെന്നൊക്കെയാണ് BJPക്കാരുടെ സംശയം. ഞാൻ പറയുന്നത്, കൊടകരയിൽ 1,37,00,000 രൂപ കണ്ടെത്തിയിട്ട് ഈ വിവരം കുറ്റപത്രത്തിൻ്റെ കോപ്പി സഹിതം കേരള പോലീസ് EDക്ക് കത്ത് കൊടുത്തു. ആ കേസ് ED അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയിൽ റിട്ട് വന്നു. ഹൈക്കോടതി EDയോട് ചോദിച്ചു, നിങ്ങൾ കൊടകര കേസ് അന്വേഷിക്കുന്നുണ്ടോ? ഇതൊന്നും പുതിയ കാര്യമല്ല കേട്ടോ. പെട്ടെന്ന് BJPയുടെ പ്രതിനിധി വന്ന് ഞെട്ടണ്ട. EDക്ക് 1000 പേജുള്ള കുറ്റപത്ര സഹിതം തുക അങ്ങോട്ട് കൊടുത്തിരിക്കുക. എന്താ പിടിക്കാത്തത്? പൈസയും കൊണ്ട് നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് സുരേന്ദ്രൻ്റെ ശബ്ദത്തെ നമ്മൾ കേട്ടിട്ടില്ലേ? ആലപ്പുഴ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഒരു 25 ലക്ഷം രൂപ ആ ശബ്ദം കേൾക്കുമ്പോൾ, ഞാൻ പുണ്യപ്രവർത്തിക്കൊന്നും അല്ല കേട്ടോ, 25 ലക്ഷം രൂപ മുകളിൽ കൊണ്ട് കൊടുത്താൽ എനിക്കൊരു സ്ഥാനം അവിടെ കിട്ടും. നമ്മളിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? കള്ളപ്പണത്തിൻ്റെ കേന്ദ്രം BJP ആയി മാറി. അങ്ങനെ BJPക്ക് ഉത്തരവാദിത്വമുണ്ട്, കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങളൊരു കാര്യം ഇടതുപക്ഷം പറയുകയാണ്. ഞങ്ങളുടെ ആത്മവിശ്വാസം ഇതാണ്. ഒന്ന്, BJPക്കെതിരായി ഇന്ത്യ രാജ്യത്ത് ഫ്രം ദി ഡേ വൺ ആം ആദ്മി പാർട്ടി ആവട്ടെ മറ്റേത് പ്രതിപക്ഷ പാർട്ടി ആവട്ടെ പാർട്ടിയെ നോക്കത്തില്ല. ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ BJPയുടെ അവസാന സമയമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം,